നമസ്കാരം. ബ്രേക്കിംഗ് നേരം ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഒമാനിൽ മരിച്ച നമ്പി രാജേഷിന്റെ മൃതദേഹവുമായി എയർ ഇന്ത്യ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം. നീതി കിട്ടണമെന്ന് ബന്ധുക്കൾ. രാജേഷിനെ കാണാനുള്ള ഭാര്യയുടെ യാത്ര മുടക്കിയത് എയർ ഇന്ത്യ എക്സ്പ്രസ് സമരം മൂലം. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിച്ചു. ടെസ്റ്റ് മന്ത്രി നിർദ്ദേശിച്ച ഇളവുകളുടെ അടിസ്ഥാനത്തിൽ. സമരം മൂലം മുടങ്ങിയ ദിവസങ്ങളിലെ ടെസ്റ്റുകൾ വേഗത്തിൽ പൂർത്തിയാക്കും. പന്തീരങ്കാവിൽ നവവധുവിനെ മർദ്ദിച്ച കേസിൽ പ്രതിക്കായി അന്വേഷണം ഊർജിതം. രാഹുലിന്റെ കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്യും. യുവതിയുടെയും ബന്ധുക്കളുടെയും മൊഴിയെടുത്ത പോലീസ്. എറണാകുളം വേങ്ങൂരിൽ മഞ്ഞപ്പിത്ത ബാധിതരുടെ എണ്ണം ഉയരുന്നു. ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത് 200ഓളം പേർക്ക്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി പഞ്ചായത്തും ആരോഗ്യവകുപ്പും. കാരടുക്ക സഹകരണ സൊസൈറ്റി തട്ടിപ്പു കേസിൽ പ്രതിക്കായി അന്വേഷണം ഊർജിതം. അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് 8-അംഗ സംഘം. ബാങ്ക് സെക്രട്ടറി രതീശൻ പോലീസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞതായി സൂചന. വിരമിക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ തവണകളായി നൽകാൻ ധനവകുപ്പിന്റെ നീക്കം. ജീവനക്കാരുടെ സംഘടനകളുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തും. പെൻഷൻ പ്രായം ഉയർത്തുന്നതിൽ സംഘടനകൾക്ക് വ്യത്യസ്ത അഭിപ്രായം. വിശദമായ വാർത്തകളിലേക്ക്. ഒമാനിൽ മരിച്ച മലയാളി നമ്പി രാജേഷിന്റെ മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിച്ചു. എയർ ഇന്ത്യ സമരം മൂലം രാജേഷിനെ കാണാനുള്ള ഭാര്യ അമൃതയുടെ യാത്ര മുടങ്ങിയിരുന്നു. രാജേഷിന്റെ